1600 വർഷത്തിലധികം പഴക്കമുള്ള ഇരിങ്ങാലക്കുട അടപ്പ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന നവീകരണ കലശം പുരോഗമിക്കുന്നു. ഇതോടൊപ്പം നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദേവപ്രതിഷ്ഠയും നടന്നു. മാർച്ച് 15-ന് ആരംഭിച്ച നവീകരണ കലശം 25 വരെയാണ് നടക്കുന്നത്. പുണ്യപുരാതനമായ അടപ്പ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്കിപ്പുറമാണ് നവീകരണ കലശം നടക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കിണറിലെ വെള്ളത്തിന് ഔഷധ ഗുണമുള്ളതായാണ് വിശ്വാസം. കിണർ കുളവുമായും കുളം പണ്ടുകാലത്ത് ഒഴുകിയിരുന്ന താന്നിപ്പുഴയായി ബന്ധപ്പെട്ടും ആ പുഴ സമുദ്രമായി ബന്ധപ്പെട്ടും കിടക്കുന്നുവെന്ന് ചരിത്രമുണ്ട്. ക്ഷേത്രത്തിൽ നവീകരണ കലശവുമായി ബന്ധപ്പെട്ട് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിവിധ ചടങ്ങുകളോടെ ഇടവം രാശിയിൽ ക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠയും നടന്നു. ഏകദേശം ഒരു 1600 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഇതിഹാസം നോക്കുമ്പോൾ മൃഗമാല, പുഷ്പമാല, പക്ഷിമാല, അങ്ങനെ കുറേ വിശേഷങ്ങളുമല്ല കരിങ്കൽമേ പതിച്ചിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോഴാണ് ഒരു 5-ാം നൂറ്റാണ്ടിലത്തെ കലാകൃതിയാണെന്ന് മനസ്സിലാവുന്നതും ഇത്രയും പഴക്കമുണ്ടെന്നും മനസ്സിലാവുന്നത്. ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൊക്കർണിയായിട്ടുള്ള കിണർ ഞങ്ങൾ വെള്ളം എടുക്കുന്നതിലൊരു ഔഷധ ഗുണമുള്ളതായിട്ടും ആ കിണർ കുളത്തിനോട് ബന്ധപ്പെട്ടും കുളം പണ്ട് കാലത്ത് ഒഴുകിയിരുന്ന താന്നിപ്പുഴയായിട്ട് ബന്ധപ്പെട്ടും ആ താന്നിപ്പുഴ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. ഭക്തജനങ്ങളുടെ ദുരിതമൊഴിയാനും സന്തോഷപൂർവ്വമുള്ള ജീവിതം നയിക്കാനും ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകളോടെയാണ് നവീകരണ കലശം നടക്കുന്നത്. ഏകദേശം 1300-ൽ പരം കൊല്ലത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ 100 വർഷത്തിന് ശേഷമാണ് ഈ നവീകരണ കലശപൂജകൾ നടക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ ഐശ്വര്യവത്താക്കുന്നതിന് പര്യാപ്തമായ ശ്രേയസ്കരമായ പൂജകളാണ് ഈ കഴിഞ്ഞ 11 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് വിവിധ പൂജകളും പ്രസാദകൂട്ടും പ്രത്യേക വഴിപാടുകളും കലാപരിപാടികളും നടക്കുന്നുണ്ട്. ജനം, തൃശൂർ.